ഹലോ, ഞാൻ ഒരാഴ്ച ട്രൈ ചെയ്തപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം വരാൻ സഹായിച്ച നല്ലൊരു ഫേസ് പാക്കാണിത് കേട്ടോ. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള സ്കിൻ ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്നുള്ളവരെല്ലാണെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയ ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ് കേട്ടോ. ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ആയുർവേദിക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്, ഓൺലൈനിലായിട്ടും കിട്ടും. പിന്നെ അതിൽ വേണ്ടത് 1 ടീസ്പൂൺ മുൾത്താണി മിട്ടിയിലേക്ക് 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ, പിന്നെ വേണ്ടത് ഒരു 2-3 തുള്ളി മാത്രം നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് തൈരാണ്. തൈരിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള തൈര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അന്നേരം ഒരുപാട് ഇടാൻ പാടില്ല. 1-1.5 ടേബിൾ സ്പൂണോളം തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2 ദിവസമല്ലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുൾത്താണി മിട്ടീൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഒന്ന് ടൈറ്റായി വരും. അതുകൊണ്ടാണ് ഞാൻ തൈരിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാത്തത്. നിങ്ങൾ എടുക്കുന്ന മുൾത്താണി മിട്ടീൻ്റെ അളവ് പോലെ ഇരിക്കും. നമ്മൾ എടുക്കുന്ന മുൾത്താണി മിട്ടി എത്രയാണോ അതിൻ്റെ നേർപകുതിയായിട്ട് കസ്തൂരി മഞ്ഞൾ എടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. ഇനി കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പക്ഷേ ഒരിക്കലും നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ആദ്യം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ കൈ കളയുക. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഞാൻ കഴുകിക്കളയാന്ന്. കഴുകുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല വെയിലത്തെല്ലാം പോയി വന്ന ഉടനെ തന്നെ നിങ്ങൾ വീട്ടിൽ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാനെല്ലാം മാറി കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡെയിലി ഫേസ് പാക്കാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല തിളക്കം വരാനും നല്ലൊരു നിറം വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് ഒരു 24 hours മാത്രമേ ഉണ്ടാവും. അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുക. ഒരു മാസമല്ലേ യൂസ് ചെയ്യുന്നതിലൂടെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ മുൾത്താണി മിട്ടി ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുമ്പോൾ അലോവേര ജെല്ല് പോലത്തെ മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും ഒരു ജെല്ല് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് കഴുകി കളഞ്ഞതിന് ശേഷം മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിലി സ്കിന്നുകൾക്ക് മുൾത്താണി മിട്ടി അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.